നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം ബ്രെഡിൽ ഉപ്പ് കാണും. പിന്നെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കണം. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ചെറിയ ബോൾസ് ആക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മാവ് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഗോതമ്പ് പൊടി യൂസ് ചെയ്താലും മതി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാത്ത വിധം മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഈ ഗോതമ്പ് പൊടിയുടെ മിക്സിലേക്കിട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച ബ്രെഡിൻ്റെ പൊടിയിലേക്കിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ സൈഡ്സിലും ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് കോട്ടതിന് ശേഷം വീണ്ടും കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഓരോ ബോൾസും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കാൻ വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതൊരു സൈഡ് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡ്സും ഇതേപോലെ തന്നെ നല്ല ബ്രൗൺ കളറായി കിട്ടണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ബാക്കിയുള്ള ബോൾസും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.